മോർണിംഗ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷണൽ വ്യൂവിനെ കുറിച്ച് പറഞ്ഞു ഏതൊക്കെ ടൈപ്പ് സെക്ഷണൽ വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു, എന്താണ് സെക്ഷണൽ വ്യൂ എന്ന് പറഞ്ഞു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫുൾ സെക്ഷണൽ വ്യൂ എന്നാണ്. അതിനകത്ത് ഒന്നാമത്തെ ടൈപ്പാണ് ഫുൾ സെക്ഷണൽ വ്യൂ എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു, നോട്ടുകളൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് അസൈൻമെന്റ് ഒക്കെ പറഞ്ഞിരുന്നു. നിങ്ങളുടെ കഴിഞ്ഞ, അതായത് നമ്മുടെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻസിൽ നമ്മൾ ചെയ്യാത്ത കുറച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കുറച്ച് എക്സസൈസുകൾ ഉണ്ടായിരുന്നു. അത് ചെയ്ത് അയച്ചു തരാൻ പറഞ്ഞിരുന്നു. ചില ആൾക്കാരൊക്കെ അയച്ചിട്ടുണ്ട്, ചില ആൾക്കാർ ഇതുവരെ തൊട്ടിട്ടില്ല. അപ്പൊ അതൊന്ന് എത്രയും പെട്ടെന്ന് അയച്ചു തരാം. ഓക്കെ, അപ്പൊ ഫുൾ സെക്ഷണൽ വ്യൂ നമ്മളൊന്ന് നോക്കാം. ഫുൾ സെക്ഷണൽ വ്യൂ എന്താണെന്നുള്ളത്. ഇപ്പൊ ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിന് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്ലോട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വെറും ഈ ഒരു ഹോള് മാത്രമേ ഉള്ളൂ, ഇതൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് കാണണം അല്ലെ? അപ്പൊ ഉള്ളിൽ എന്താന്നുള്ളത് കാണണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പഴയ ഡ്രോയിങ് ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ ഒക്കെ വരച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഒരു ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ വരയ്ക്ക് വെച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കാണാത്ത ലൈനുകളൊക്കെ നമ്മൾ ഡോട്ടഡ് ലൈനായിട്ട് വരച്ചു അല്ലേ? പക്ഷെ അങ്ങനെ ഡോട്ടഡ് ലൈനായിട്ട് ഇപ്പൊ ഇതിനകത്ത് വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ള നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ഡോട്ടഡ് ലൈൻ ആകുമ്പോൾ ഇത് എന്താ സാധനം എന്നുള്ളത് മനസ്സിലാവാത്തൊരവസ്ഥ വരും. ഇപ്പൊ നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ കാണിച്ച പോലെ ഒരു എഞ്ചിനൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ പുറമേ നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പൊ അത് ഡോട്ടഡ് ലൈൻ ഇട്ട് വരയ്ക്കാന്ന് കഴിഞ്ഞാൽ ഡോട്ടഡ് ലൈനും കൊണ്ട് ഒരു കളിയായിരിക്കും അതിന്റെ ഉള്ളിൽ മുഴുവൻ അല്ലെ? ഡോട്ടഡ് ആണോ പിന്നെ മറ്റതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈൻ ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഏത് നമ്മൾ വരയ്ക്കുക? സെക്ഷണൽ വ്യൂസ് നമ്മൾ വരയ്ക്കുക. അപ്പൊ ഈ ഒരു ഇതിന്റെ സെക്ഷണൽ വ്യൂ എന്താണ്? ഫുൾ സെക്ഷണൽ വ്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റിനെ ഞാനൊരു ഇമാജിനറി പ്ലെയിൻ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്, ഇമാജിനറി പ്ലെയിൻ കൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്യും. എങ്ങനെ? മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ ഇതിനെ രണ്ടായിട്ട് തുല്യ ഭാഗമായിട്ട് കട്ട് ചെയ്യുന്നു, രണ്ട് ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെ കട്ട് ചെയ്തതിന് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഒരു സെക്ഷണൽ പ്ലെയിൻ ലൈൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. രണ്ട് ആരോ മാർക്ക് ഉണ്ടാവും, രണ്ട് ലെറ്ററും കൊണ്ട് ഡിനോട്ട് ചെയ്യും. ചെയിൻ ലൈനാണ് തിൻ ചെയിൻ ലൈനും, എൻഡ് ഭാഗത്ത് തിക്ക് ലൈനുമായിട്ടാണ് ഇത് കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ചിത്രം അനുസരിച്ച് എന്തായിരിക്കും സ്ഥിതി? ഇത് അതായത് ഈ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ലൈനിന്റെ ഈ ഭാഗത്തേക്ക് നമ്മൾ അവിടെ കീപ്പ് ചെയ്യും, ഈ ഭാഗം എന്ത് ചെയ്യും? നമ്മൾ ഒഴിവാക്കും. കാരണം എന്താ? നമ്മുടെ ആരോ കിടക്കുന്നത് രണ്ടും ആ സൈഡിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സൈഡ് കീപ്പ് ചെയ്യും, ഈ സൈഡ് നമ്മൾ ഒഴിവാക്കും. എന്നിട്ടുള്ള വ്യൂ എന്താണോ അതാണ് നമ്മൾ എവിടെ വരയ്ക്കുക? നമ്മുടെ 2D ആയിട്ട്, അതായത് പ്രൊജക്ഷൻ ആയിട്ട് നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട പോലെ ഒരു 3D വ്യൂ ആണ്. അതായത് ഐസോമെട്രിക് വ്യൂ ആണ്. ഈ ഐസോമെട്രിക് വ്യൂവിന്റെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അത് എങ്ങനെയാണെന്ന് മാത്രം, ഇത് കട്ട് ചെയ്ത രീതിയിൽ, കട്ട് ചെയ്താൽ ഇത് എങ്ങനെയിരിക്കും, ഈ ഒരു സൈഡിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഇമാജിനറി പ്ലെയിൻ വെച്ചിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്തപ്പോൾ നോക്കിയേ, നേരത്തെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉള്ളിലുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ സംഗതികളുണ്ട്. ഈ ഹോൾ ഇവിടം വരെയേ ഉള്ളൂ, ഇത് ഇവിടം വരെ ഫുൾ ഹോൾ അല്ല, ഇവിടം വരെ വലിയ ഹോളാണ്. ഇതൊരു ചെറിയ, നമ്മൾ നേരത്തെ കണ്ട സമയത്ത് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വിശദമായിട്ട് ഉള്ളിലുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സെക്ഷണൽ വ്യൂ വരയ്ക്കുക. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ആരോ ഇങ്ങോട്ടാണ് കിടക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഈ പീസ്, ഈ കഷ്ണം നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. നമ്മൾ പിന്നെ എവിടെയാണ് നോക്കുന്നത്? ഈ ഒരു പീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, ഈ ഭാഗത്തിനെയാണ് നമുക്ക് ഇനി വരയ്ക്കേണ്ടത്. മറ്റേ പീസ് നമ്മൾ ഒഴിവാക്കുന്നത്. കാരണം എ എന്നുള്ള സെക്ഷൻ കൊടുത്തിരിക്കുന്നത് ഏത് ഭാഗത്തിനെയാണ്? ഈ ഭാഗത്തിനെയാണ്. അതായത് എന്ന് എങ്ങോട്ടാണോ ആരോ കൊടുത്തിരിക്കുന്നത് ആ ഭാഗമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഭാഗം വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെ ആയിരിക്കും. ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ നോക്കിയേ, ഈ രണ്ട് ഹോള്, ഇവിടെ രണ്ട് ഹോളുകൾ ഉണ്ട്, ഇവിടെ രണ്ട് ഹോള്, ഇനി ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ചെറിയൊരു ഹോള്, പിന്നെ ഇതൊരു വലിയ ഹോള്. ഇത്രയും ഭാഗമാണ്. ഇവിടെ ഒരു എംപ്റ്റി ആയിട്ടുള്ള സ്പേസും ഉണ്ട്. അപ്പൊ ഇതല്ലേ ഇവിടെ വരച്ചിരിക്കുന്നത്? നോക്ക് ഇല്ലേ, ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ഇവിടെ വരെ ചെറിയൊരു ഹോൾ ഉണ്ട്, ഇവിടെ ആ ഒരു എംപ്റ്റി ആയിട്ടൊരു സ്പേസിന് അവന്റെ മുകളിലേക്ക് ഒരു ഹോള്. ഇനി ഇവിടെ വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് നമ്മൾ സെക്ഷൻ ചെയ്ത ഭാഗം, അതായത് മുറിച്ച് സോളിഡ് ആയിട്ടുള്ള ഒരു ഭാഗം, കട്ടിയായിട്ടുള്ള ഒരു ഭാഗം മുറിച്ച സ്ഥലത്ത് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ചെരിച്ചൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് പറയുന്നത് ഹാച്ചിങ് എന്നാണ് പറയുക. അപ്പൊ ഈ സെക്ഷൻ ലൈൻ എന്ന് പറയും, അല്ലെങ്കിൽ ഹാച്ചിങ് നമ്മൾ പറയും. അപ്പൊ ഈ ഹാച്ചിങ് കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഹാച്ചിങ് സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുക, ഇതിന് കുറച്ച് നിയമങ്ങളുണ്ട്. ഹാച്ചിങ് കൊടുക്കുന്നതിന് കുറച്ച് നിയമങ്ങളുണ്ട്. അതായത് ഈ ഹാച്ചിങ് കൊടുക്കുക സാധാരണയായിട്ട് ഈ പ്ലെയിനിന് 45 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുക. എങ്ങനെ കൊടുക്കുക? 45 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ ഈ ഫിഗർ ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വരച്ചു വെക്കുക. ഈ സെക്ഷണൽ വ്യൂവിന്റെ ഈ ഫിഗർ ഒന്ന് നോട്ട്ബുക്കിലേക്ക് വരച്ചു വെക്കുക. ഇനി വരുന്ന സ്ലൈഡുകളും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. അപ്പൊ ഇതിനകത്തുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കണ്ടിന്യൂസ് തിൻ ലൈൻസ് മേ ബി യൂസ്ഡ് ടു ഹാച്ച് ദ ഡ്രോയിങ് ഏരിയ ആൻഡ് കൺവീനിയന്റ് ആംഗിൾ പ്രിഫറബിളി 45 ഡിഗ്രി ടു ദ പ്രിൻസിപ്പൽ ഔട്ട്ലൈൻ ഓർ ലൈൻസ് ഓഫ് സിമെട്രി ഓഫ് ദ സെക്ഷൻസ് മേ ബി കൺസിഡേർഡ്.
അതായത് സാധാരണയായിട്ട് 45 ഡിഗ്രിയാണ് കൊടുക്കുക. ഇനി 45 ഡിഗ്രി അല്ലാതെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സാധാരണ എപ്പോഴും എന്താ ചെയ്യാറുള്ളൂ, 45 ഡിഗ്രി ചെയ്യാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയാം. അത്യുത്തമം നമ്മൾ പറയില്ലേ, അതെന്താണ് 45 ഡിഗ്രി കൊടുക്കുന്നതാണ്. അതായത് ഈ പ്ലെയിനിന് 45 ഡിഗ്രി. അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് 45 ഡിഗ്രി സ്കെയിൽ വെച്ചാൽ ഈ പ്രൊട്രാക്ടർ വെച്ച് അളന്ന് വരയ്ക്കണം എന്ന് ഞാൻ പറയില്ല. ഏകദേശം കാണുമ്പോൾ ഒരു 45 ഡിഗ്രി ഉണ്ടായിരിക്കണം. എങ്ങനത്തെ ലൈനാണ് യൂസ് ചെയ്യുക? തിൻ ലൈൻസ് ആണ് യൂസ് ചെയ്യുക. ഹാച്ചിങ്ങിന് നമ്മൾ ഔട്ടർ ലൈന് ഡാർക്ക് ആയിരിക്കും, അതായത് നമ്മൾ എച്ച് പെൻസിൽ കൊണ്ടായിരിക്കും. അപ്പോൾ ഹാച്ചിങ് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പെൻസിൽ? 2H പെൻസിൽ കൊണ്ടായിരിക്കും ഏത് ഉപയോഗിക്കുക? ഹാച്ചിങ് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ അതിൻ്റെ ഒരു നിയമങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഹാച്ചിങ് ഓഫ് അഡ്ജസ്റ്റന്റ് കോമ്പോണൻസ് ഷാൾ ബി കാരിഡ് ഔട്ട് വിത്ത് ഡിഫറെന്റ് ഡയറക്ഷൻസ് ഓർ സ്പേസിങ്. അതായത് ഇപ്പൊ ഇവിടെ ഈ ഒരു ഫിഗർ നമുക്ക് നോക്കാം. അതായത് ഇതൊരു വേറൊരു പാർട്ടാണ്, ഇത് വേറൊരു പാർട്ടാണ്. അതായത് ഇത് രണ്ടും രണ്ട് പാർട്ടുകളാണ്. അതായത് ഈ ഒരു പാർട്ട് വേറെ, ഈ ഒരു പാർട്ട് വേറെ. ഇപ്പൊ ഈ ഒരു ടി പോലത്തെ നിൽക്കുന്ന സെക്ഷൻ ഒന്ന് വേറെയാണ്, അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച പോലത്തെയാണ് ഈ ഭാഗമുള്ളത്. നിങ്ങൾ നോക്കിയാൽ രണ്ടിലും കൊടുത്തിരിക്കുന്ന ഹാച്ചിങ് എങ്ങനെയാണ്? രണ്ടും ഡിഫറെന്റ് എന്താ പറയാ, രണ്ടും രണ്ട് വശത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നു, ഒന്ന് ഇങ്ങോട്ടിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഒരേപോലത്തെ അല്ലാത്ത രണ്ട് സാധനങ്ങൾ വരികയാണെങ്കിൽ, അത് രണ്ട് സാധനങ്ങളാണ് അടുത്തടുത്ത് ഹാച്ച് നമുക്ക് സെക്ഷൻ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ അതിന് രണ്ടാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും രണ്ട് ഡയറക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഹാച്ച് ചെയ്യണം. ഒന്ന് ഇങ്ങോട്ട് കൊടുത്താൽ ഒന്ന് ഇങ്ങോട്ട് ഹാച്ച് ചെയ്യണം. ക്ലിയർ ആയോ അത്? അതുപോലെ ഇപ്പൊ ഇവിടെ ഈ ഒരു സെക്ഷൻ, ഇത് വേറൊരു ഭാഗമാണ്, വേറൊരു പാർട്ടാണ് ഈ സാധനത്തിന്റെ. അപ്പൊ അതെന്ത് ചെയ്തു? അത് വേറെ രീതിയിൽ, തിരിച്ച രീതിയിൽ നമ്മൾ എന്ത് ഹാച്ച് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഓരോ സാധനങ്ങളും വ്യത്യസ്തമായിട്ട് രീതിയിൽ ഹാച്ച് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാല്, ഇതിനകത്ത് നമുക്ക് ബോൾട്ട്, നട്ട്, അതുപോലെ റിവറ്റ്, പിന്ന്, കീ, ക്വാർട്ടേഴ്സ്, ഷാഫ്റ്റ്, റിബ്, സ്പോക്സ് ഓഫ് വീൽസ് എക്സെട്ര ആർ നോട്ട് കട്ട് ഇൻ ലോങ്ജിറ്റ്യൂഡൽ സെക്ഷൻസ് ആൻഡ് ദെയർഫോർ ഷുഡ് നോട്ട് ബി ഹാച്ച്ഡ്. അതായത് ഇപ്പോൾ ഒരു രണ്ട് സെക്ഷൻ നമ്മൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചോ. ഫുൾ സെക്ഷൻ നമ്മൾ കട്ട് ചെയ്യാണ്. അപ്പൊ ഫുൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റിനെ മുഴുവനായിട്ടും ഒരു താഴെ നിന്ന് മുകളിൽ വരെ കട്ട് ചെയ്യുന്നതിനാണ് ഫുൾ സെക്ഷൻ നമ്മൾ പറയാം. മുകളിൽ നിന്ന് താഴെ വരെ കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഫുൾ സെക്ഷൻ എന്ന് പറയാം. അത് ഹൊറിസോണ്ടലും ആവാം, വെർട്ടിക്കൽ വേണമെങ്കിലും ആവാം. സാധാരണ എപ്പോഴും ചെയ്യാറുള്ളത് വെർട്ടിക്കൽ, അതായത് VP എന്നുള്ള പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് നമ്മൾ എപ്പോഴും ഫുൾ സെക്ഷൻ ചെയ്യാറുള്ളത്. ഇനി HP പാരലായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണ എപ്പോഴും VPക്ക് പാരലായിട്ടാണ് ചെയ്യാറെന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അതിനകത്ത് നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ഷാഫ്റ്റുകൾ ഉണ്ടാവും, നെറ്റ് ബോൾട്ട് ഉണ്ടാവും. ഇപ്പൊ ഇതൊരു നെറ്റും ബോൾട്ടും ഉള്ള ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തേക്കണം വിചാരിച്ചോ. അപ്പൊ ഈ നെറ്റും ബോൾട്ടും ശരിക്കും ആ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നെറ്റും ബോൾട്ടും കട്ട് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യില്ല? ഇതിനെ ഹാച്ച് ചെയ്തായിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തായിട്ടോ നമ്മൾ വരയ്ക്കില്ല. അതായത് നെറ്റ് ബോൾട്ട്, സ്റ്റഡ്, റിവറ്റ്, പിന്ന്, കീ, ക്വാർട്ടർ, ഷാഫ്റ്റ്, റിബ്, സ്പോക്സ് ഓഫ് വീൽസ്, ഇതൊന്നും, ഇതിപ്പോ ഇതൊരു ഷാഫ്റ്റ് ആണ്, ഈ ഷാഫ്റ്റ് നമ്മൾ കട്ട് ചെയ്തായിട്ട് വരച്ചില്ല. കാരണം എന്താ? അവിടെ നമ്മൾ ഹാച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഹാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും സാധാരണ സെക്ഷണൽ വ്യൂ വരയ്ക്കുമ്പോൾ ഹാച്ച് ചെയ്യാറില്ല. ഏതൊക്കെ ചെയ്യാറില്ല? ബോൾട്ട്, നട്ട്, സ്റ്റഡ്, റിവറ്റ്, പിന്ന്, കീസ്, ക്വാർട്ടർ, ഷാഫ്റ്റ്, റിബ്സ്, സ്പോക്സ് ഓഫ് വീൽസ്, ഇതൊന്നും എന്ത് ചെയ്യാറില്ല നമ്മൾ സാധാരണയായിട്ട് ഈ സെക്ഷൻ ചെയ്ത് കാണിക്കാറില്ല. അപ്പൊ അത് ആ ഭാഗത്ത് എന്ത് ചെയ്യും? ഹാച്ചിങ് നടത്തൂല. ബാക്കിയുള്ള ഭാഗത്തല്ല, അതായത് ഈ ബോൾട്ടിന്റെ ഭാഗത്തും നെറ്റിന്റെ ഭാഗത്തും, അതുപോലെ നമ്മുടെ റിബ് എന്ന് പറയുന്ന ഭാഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ സ്പോക്ക് എന്ന് പറയുന്നത് എന്താ മനസ്സിലായല്ലോ? വീലിന്റെ നമ്മുടെ ആ കമ്പി വരുന്നില്ലേ, സ്പോക്സ് വരുന്നില്ലേ, നമ്മുടെ ബൈക്കിന്റെ ഒക്കെ വീൽ നമുക്കറിയാൻ പറ്റും സ്പോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ കമ്പി, അതുപോലെ തന്നെ അതിന്റെ ഷാഫ്റ്റുകൾ, ഇതൊന്നും നമ്മൾ എന്തായിട്ടില്ല? സെക്ഷൻ ചെയ്തായിട്ട് കാണിക്കില്ല. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഈ ഭാഗങ്ങളൊന്നും സെക്ഷൻ ചെയ്തായിട്ട് കാണിക്കില്ല. അതിന്റെ അർത്ഥം അവിടെ സെക്ഷൻ ചെയ്തിട്ടില്ല എന്നല്ല, സെക്ഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ സെക്ഷൻ ചെയ്തായിട്ട് നമ്മൾ കാണിക്കാറില്ല. ഇനി when sectioning large area of a drawing, full hatching of area is avoided and limited to a zone around the boundary. അപ്പൊ ഇത് വലിയൊരു ഏരിയയിൽ നമുക്ക് ഹാച്ച് ഇങ്ങനെ സെക്ഷൻ ചെയ്തേക്കാൻ വിചാരിച്ചോ. അപ്പൊ നമ്മൾ പറഞ്ഞു സെക്ഷൻ ചെയ്ത ഭാഗം എല്ലാം എന്ത് ചെയ്യണം? ഹാച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ വലിയൊരു ഏരിയ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുള്ളായിട്ട് ഹാച്ച് ചെയ്യാൻ നിൽക്കാറില്ല. അതിന് പകരം എന്താ? കുറച്ച് ഭാഗം ഹാച്ച് ചെയ്ത്, അതായത് ഇവിടെ ഈ എഡ്ജുകളെല്ലാം ഹാച്ച് ചെയ്ത് വെക്കും. അതിന്റെ അർത്ഥം എന്താ? ആ ഏരിയ മൊത്തം ഹാച്ച് ചെയ്തതാണ്, ആ മൊത്തം ഏരിയ സെക്ഷൻ ചെയ്തതാണെന്നാണ്. ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിൽ നിങ്ങൾ നോക്കിയോ, ഈ ഷാഫ്റ്റ് എന്ത് ചെയ്തിട്ടില്ല? സെക്ഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട എന്തെന്നുള്ളത് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഏതിനെ കുറിച്ച്? ഈ ഹാച്ചിങ്ങിനെ കുറിച്ചുള്ള നിയമം. അപ്പൊ ഈ ഭാഗം ഒന്ന് നിങ്ങൾ ഇത് നോട്ടിൽ വരച്ച് ഇത് എഴുതി വെക്കണം. ഓക്കെ, ഇനി അടുത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് എല്ലാ ഹാച്ചിങ്ങും ഒരുപോലെയല്ല, എല്ലാ മെറ്റീരിയലിനും ഒരേപോലെയല്ല നമ്മൾ ഹാച്ച് ചെയ്യാറ്. സാധാരണ നിങ്ങളുടെ എക്സാമിന് ഒരു 3-4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിനകത്തുണ്ട്. അതായത് സാധാരണ പറയുക, ഇന്ന സാധനങ്ങൾ എങ്ങനെ ഹാച്ച് ചെയ്യുന്നുള്ളത്
വരച്ചു വെക്കാൻ പറയും. നിങ്ങളുടെ എക്സാമിന് മെയിൻ എക്സാമിന് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ചോദിച്ചു കണ്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന്. അപ്പൊ ഇത് ഈ ഒരു 8-9 എണ്ണം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 4 മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നോക്കിയോ, ഈ രീതിയിൽ ഹാച്ച് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് ലൈൻ ഇട്ട് ഹാച്ച് ചെയ്യുന്ന ഏതൊക്കെ മെറ്റീരിയലാണ്, അതായത് ഈ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണോ, കാസ്റ്റ് അയൺ, സ്റ്റീല്, കോപ്പർ ആൻഡ് ഇറ്റ്സ് അലോയ്സ്, ബ്രാസ്, ബ്രോൺസ് എക്സെട്ര, അലൂമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ സെക്ഷൻ വരയ്ക്കണ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ. നമ്മൾ തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ഉണ്ടാക്കി അതിനെയാണ് നമ്മൾ സെക്ഷൻ ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പോഴാണ് നമ്മൾ ഹാച്ച് ചെയ്യേണ്ടത് ഏതാ, ഈ രീതിയിലാണ് ഹാച്ച് ചെയ്യേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്ത് ലെഡ്, സിങ്ക്, ടിന്ന്, വൈറ്റ് മെറ്റൽ ഒക്കെ ആണെങ്കിൽ ഏത് രീതിയിൽ ഇങ്ങനെ ഒരു ഹാച്ചിങ്ങിന്റെ പുറമെ വേറൊരു ഹാച്ചിങ് കൂടി ക്രോസ് ആയിട്ടും കൂടി വരും. ഇനി ഗ്ലാസ് ആണെങ്കിൽ എങ്ങനെയാണ്, ഗ്ലാസിന്റെ മെറ്റീരിയലാണ് നമുക്ക് സെക്ഷൻ ചെയ്യാനുള്ളത് വെച്ചോ. അപ്പൊ എങ്ങനെയാ ഡ്രോയിങ്ങിൽ കാണിക്കുക, ഗ്ലാസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലാണ് അതിനെ ഹാച്ച് ചെയ്ത് കാണിക്കുക. ഇനി മാർബിള്, പോർസലൈൻ, സ്റ്റോൺ വെയർ, സ്ലേറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഇത് നമ്മൾ സിവിലുമായിട്ട് ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങളാണ്. മാർബിള്, പോർസലൈൻ, സ്റ്റോൺ വെയർ, സ്ലേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടാണ് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് ഡോട്ടഡ് ലൈൻ ഇട്ടാണ് നമ്മൾ ഹാച്ച് ചെയ്യുക. ഇനി റബ്ബർ, ആസ്ബറ്റോസ്, ലെതർ, പേപ്പർ, ലിനോൺ, കോർക്ക്, ഫെൽറ്റ്, ഫൈബർ, വാക്സ് ഇങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ ഈ രീതിയിലാണ് നമ്മളതിനെ ഹാച്ച് ചെയ്ത് കാണിക്കുക. സെക്ഷൻ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഹാച്ച് ചെയ്ത് കാണിക്കുക. ഇനി ലിക്വിഡ്, അതുപോലെ സച്ചാസ് വാട്ടർ, കെറോസിൻ, പെട്രോൾ, ഓയിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ രീതിയിലാണ്, പകുതി രീതിയിലും പകുതി ഫ്രീ ആയിട്ടിട്ട രീതിയിലാണ് അതിനെ കാണിക്കുക, സെക്ഷൻ ചെയ്യുമ്പോൾ ഹാച്ച് ചെയ്ത് കാണിക്കുക. ഇനി വുഡ് ആണെങ്കിൽ പ്ലൈവുഡ് ഒക്കെയാണ്. എലോങ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രെയിനിന് ലെങ്ത് വൈസ് ആയിട്ട്, അതായത് നമ്മൾ പലകയൊക്കെ ഉണ്ടാക്കൂലേ, നമ്മൾ മില്ലിൽ ഈർന്നെടുക്കുമ്പോൾ പലക ഈർന്നെടുക്കൂലേ, അത് ഏത് രീതിയിലാണ്, എലോങ് ഗ്രെയിൻ ആണ്. അതാണ് നമ്മൾ എലോങ് ഗ്രെയിൻ, ആ രീതിയിൽ ഈർന്നെടുക്കുന്നതിനാണ് എലോങ് ഗ്രെയിൻ. അപ്പൊ അങ്ങനത്തെ ആണെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് ഇതിനെ ഹാച്ച് ചെയ്യുക, ഒരു തിരിച്ചിട്ട പോലെ ഉള്ള രീതിയിലാണ് നമ്മൾ അതിനെ ഹാച്ച് ചെയ്യുക. ഇനി പ്ലൈവുഡ് അക്രോസ് ഗ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മരം മുറിച്ചിടൂലേ, അതായത് നിൽക്കുന്ന ഒരു മരം മുറിച്ചിടുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ക്രോസ് സെക്ഷൻ വരിക, റൗണ്ട് രീതിയിൽ, ആ രീതിയിൽ നമ്മൾ മുറിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണേ, അക്രോസ് ഗ്രെയിൻ എന്ന് പറയുക. അപ്പൊ അക്രോസ് ഗ്രെയിൻ ആണെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ഇതിടുക, നമ്മൾ അതിന്റെ സെക്ഷണൽ വ്യൂ വരയ്ക്കുമ്പോൾ ഹാച്ച് ചെയ്യുക. ഇനി കോൺക്രീറ്റ് ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് ട്രയാങ്കിൾസ്, ഉള്ളിൽ ചെറിയ കുറച്ച് ട്രയാങ്കിൾസ് ഒക്കെ ആയിട്ടാണ് അത്. ഇത്ര ഓർത്താൽ മതി, നമ്മുടെ കല്ല് ഇല്ലേ, കോൺക്രീറ്റും ഉപയോഗിക്കുന്ന കല്ലില്ലേ, അതിന്റെ ഷേപ്പ് ഏകദേശം ഈ ഒരു ട്രയാങ്കിൾ പോലെയാന്ന് ഓർത്താൽ മതി. അപ്പൊ ആ രീതിയിലാണ് ഇതിന് കോൺക്രീറ്റിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ സെക്ഷൻ ഹാച്ച് ചെയ്യുമ്പോൾ നമ്മൾ വരച്ചു വയ്ക്കുക, ഹാച്ച് ചെയ്യേണ്ടത്. സെക്ഷൻ ചെയ്യുമ്പോൾ ഹാച്ച് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. ഈ സംഗതികളൊക്കെ നോട്ടിൽ എഴുതി വെക്കുക. കൃത്യമായിട്ട് ഇത് കാണാതെ പഠിക്കേണ്ട വേണം. ഇത്രയും സെക്ഷൻ 9 എണ്ണം, ഇതിനകത്തൊരു 4 മാർക്ക് എല്ലാ എക്സാമുകളും അധികം ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ഇതൊരു പഠിച്ച് 4 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് വാങ്ങിയെടുക്കാൻ പറ്റും. ഇനി ഈ പറഞ്ഞ നിയമങ്ങളും കാര്യങ്ങളും ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അതായത് ഹാച്ച് ചെയ്യുമ്പോൾ എടുക്കേണ്ട നിയമങ്ങളും കാര്യങ്ങളും. അപ്പൊ ഫുൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ഒബ്ജക്റ്റിനെ പൂർണ്ണമായിട്ടും, അതായത് ഒരു മുകളിൽ നിന്ന് താഴെ വരെ അല്ലെങ്കിൽ തിരശ്ചീനമായിട്ടും ഏത് രീതിയിലാണോ അതിനെ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ ഫുള്ളായിട്ട് മുറിച്ച്, ഒരു ഭാഗം മുറിച്ച് മാറ്റി അതിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത് പറയുന്നത്, ഫുൾ സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു ഭാഗം പൂർണ്ണമായിട്ട് നേർപകുതിയായിട്ട് മുറിക്കുക. നേർപകുതിയായിട്ട് നിർബന്ധമില്ല, പകുതിയായിട്ട് മുറിക്കുക. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്കോ പുറകിലേക്കോ ഒക്കെ ആവും, അതിന് നമ്മൾ ഫുൾ സെക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ എവിടെയാണോ നമുക്ക് ഡീറ്റെയിൽ കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ മുറിക്കും. അപ്പോൾ ആ നേർപകുതി എന്ന് പറയുന്നത് ശരിയായിട്ടൊരു പ്രയോഗമല്ല, എന്നാലും പകുതി അങ്ങനെ ഓർത്തു വയ്ക്കുക. നേർപകുതി എന്നുള്ള ലെവലിൽ ഓർത്തു വയ്ക്കുക. അത് ശരിയായിട്ടൊരു പ്രയോഗമല്ല, എന്നാൽ പോലും ആ രീതിയിൽ നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ അതിനാണ് നമ്മൾ ഫുൾ സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നമുക്ക് പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അതായത് ഫുൾ സെക്ഷണൽ വ്യൂവിൽ ഒരു ഇത് വരയ്ക്കാൻ ഒരു ഒബ്ജക്റ്റ് തന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈൻ തരും, ഏത് പ്ലെയിൻ ലൈൻ തരും, സെക്ഷണൽ പ്ലെയിൻ ലൈൻ തരും. എന്നിട്ട് നമ്മൾ അവരോട് പറയും ആ ഇതിരി വരച്ച് ഫ്രണ്ട് വ്യൂവും അതിന്റെ സൈഡ് വ്യൂവും ടോപ്പ് വ്യൂ ഒക്കെ വരയ്ക്കാൻ പറയും. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും അടുത്തൊരു ഭാഗമായിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു.